ഇന്ത്യയുടെ ആദ്യ ആളില്ലാ പേടകം വിക്ഷേപണത്തിനൊരുങ്ങുകയാണ്. റോക്കറ്റ് കൂട്ടിയോജിപ്പിക്കൽ ആരംഭിച്ചതായി ISRO അറിയിച്ചു. അടുത്ത മാസം പരീക്ഷണ വിക്ഷേപണം നടന്നേക്കും. വിക്ഷേപണം വിജയിച്ചാൽ മനുഷ്യനെ ഇന്ത്യ ബഹിരാകാശത്തേക്ക് അയക്കും. AP നദീറുണ്ട് വിശദാംശങ്ങളുമായി. നദീർ, അങ്ങനെ ആദ്യ ആളില്ലാ പേടകം അത് വിക്ഷേപണത്തിനായി ഒരുങ്ങുകയാണ്. എന്തൊക്കെ ഒരുക്കങ്ങളാണ് ISROയിൽ നടക്കുന്നത്? ഏറ്റവും പ്രധാനപ്പെട്ടത്, ഏറെ സന്തോഷകരമായ കാര്യം ISRO പങ്കുവച്ചിരിക്കുന്നത് ഗഗൻയാൻ ദൗത്യത്തിനുള്ള ആദ്യ ഘട്ടത്തിലേക്ക് നമ്മൾ കടന്നിരിക്കുന്നത്. അതായത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആദ്യം ആളില്ലാ പേടകം അയക്കാനാണ് നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത്. ഇത് 3 ഘട്ടമായാണ് ISRO ഈ ദൗത്യം നടത്തുക. ഒന്നാമത് ആളില്ലാ പേടകം അയക്കും, പിന്നീട് യന്ത്രമനുഷ്യനെ വെച്ചുകൊണ്ട് പേടകം അയക്കും, അവസാനം 3-ാം ഘട്ടത്തിലാണ് നമ്മൾ ഇപ്പോൾ ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഗഗനചാരികളെ ഈ പേടകത്തിൽ ഇരുത്തിക്കൊണ്ട് ആകാശത്തേക്ക് ബഹിരാകാശത്തേക്ക് വിടുക. ഇതിൻ്റെ 1-ാം ഘട്ടത്തിൻ്റെ കാര്യമാണ് ISRO പറഞ്ഞിരിക്കുന്നത്. ഇതിനായുള്ള റോക്കറ്റിൻ്റെ സംയോജനം നടക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് റോക്കറ്റിൻ്റെ പേര് LVM-3X എന്നാണ്. ഈ റോക്കറ്റിലാണ് ആളില്ലാ പേടകം വഹിച്ചുകൊണ്ട് ISRO ഈ പേടകത്തെ മുകളിലേക്ക് വിടുക. ഇതിനുള്ള തയ്യാറെടുപ്പ്, ഇത് സംയോജിക്കുന്നുള്ള തയ്യാറെടുപ്പ് നടക്കുന്നു. ഈ പരീക്ഷണം അടുത്ത മാസം തന്നെ നടത്താനാണ് ISRO നിശ്ചയിച്ചിരിക്കുന്നത്. മറ്റു പ്രശ്നങ്ങളും സാങ്കേതിക തകരാറുകളോ ഒന്നുമില്ലെങ്കിൽ മുൻ നിശ്ചയിച്ച പ്രകാരം തന്നെ ഇതിൻ്റെ വിക്ഷേപണം നടക്കും. ആ വിക്ഷേപണം വിജയിക്കുകയാണെങ്കിൽ പിന്നീട് റോബർട്ടിനെ അയച്ചും പിന്നീട് അടുത്ത വർഷം അവസാനമാകുമ്പോഴേക്കും മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കുന്ന പദ്ധതിക്കും ISROയ്ക്ക് സഫലമാക്കാൻ സാധിക്കുമെന്നാണ് ISRO പങ്കുവച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള ഈ റോക്കറ്റിൻ്റെ സംയോജന പ്രക്രിയ ശ്രീഹരിക്കോട്ടയിലാണ് പുരോഗമിക്കുന്നത്. നമുക്കും മലയാളികൾക്ക് ഏറെ അഭിമാനിക്കാവുന്നത് ISRO മേധാവി S സോമനാഥും അതുപോലെ തന്നെ വിക്രം സാരാഭായ് സ്പേസ് സെൻറ്റർ ഡയറക്ടർ S ഉണ്ണികൃഷ്ണൻ നായരും ഒക്കെയാണ് ഇതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്നത് എന്നാണ്. ഇത് കൃത്യമായി ഓരോ ഘട്ടവും ISRO മുൻ നിശ്ചയിച്ച പ്രകാരം തന്നെ കാര്യങ്ങളെല്ലാം നടക്കുകയാണെങ്കിൽ അടുത്ത മാസം ഈ വിക്ഷേപണം നടക്കുമെന്നാണ് ISRO ഔദ്യോഗികമായി തന്നെ അറിയിച്ചിരിക്കുന്നത്. നദീറ, ഈ ആളില്ലാ പേടകത്തിന്റെ മറ്റു പ്രത്യേകതകളെക്കുറിച്ച് വിവരങ്ങൾ ലഭ്യമാകുന്നുണ്ട്? ആളില്ലാ പേടകം അയച്ച് ഏത് രീതിയിലുള്ള പരീക്ഷണമാണ് നടത്തുക എന്നത് സംബന്ധിച്ച് കൃത്യമായ രൂപരേഖ ISRO തയ്യാറാക്കിയിട്ടുണ്ട്. അതായത് ആളുകളെ കൊണ്ടുപോകുന്ന പേടകം എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ഈ പേടകം സജ്ജീകരിച്ചിരിക്കുന്നത്. ഇത് ബഹിരാകാശത്തെ എങ്ങനെ പ്രവർത്തിക്കും, തിരിച്ചിത് നമ്മൾക്ക് ഭൂമിയിൽ ഇറക്കേണ്ടതുണ്ട്. ഇത് കടലിലാണ് ഇറങ്ങുക. കടലിൽ ഇറങ്ങുമ്പോൾ ഇതിനെ റെസ്ക്യൂ ചെയ്ത് എങ്ങനെ രക്ഷിച്ചെടുത്ത് ഈ പേടകത്തെ തിരികെ കരയിലേക്ക് കയറ്റും എന്നത് സംബന്ധിച്ചൊക്കെയുള്ള തീരുമാനങ്ങൾ ISRO അതിനുള്ള രൂപരേഖ തയ്യാറാക്കിയിട്ടുണ്ട്. ഇതിന് നാസയൊക്കെ നമ്മളെ സഹായിക്കുന്നുമുണ്ട്. ഇതിൽ നാസയൊക്കെ ഒരുപാട് തവണ ഇത്തരം പരീക്ഷണങ്ങൾ നടത്തിയതാണ്. അവരുടെ സഹായത്തോടൊക്കെ കൂടെ തന്നെ നമ്മുടെ ശാസ്ത്രജ്ഞരും ചേർന്നുകൊണ്ടാണ് ഇത് നടത്തുന്നത്. നമ്മളെന്തായാലും ബഹിരാകാശത്തേക്ക് അയക്കാൻ തിരഞ്ഞെടുത്തതിൽ 2 പേരാണ് ബഹിരാകാശത്ത് പോവുക. അവർക്കുള്ള പരിശീലനങ്ങളൊക്കെ മലയാളിയായ പ്രശാന്ത് നായർക്ക് ഒക്കെയുള്ള പരിശീലനങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇനി ISRO ഇതിൻ്റെ ആദ്യഘട്ടത്തിലേക്ക് കാൽവെക്കുന്നു. റോക്കറ്റിൻ്റെ സംയോജനം തുടങ്ങിയിരിക്കുന്നു. ആദ്യ ആളില്ലാ പേടകത്തിനുള്ള തയ്യാറെടുപ്പുകളിലാണ് ISRO. AP നദീറയാണ് വിശദാംശങ്ങൾ നൽകിയത്.